പ്രൈസ് ലോർഡ്. 1 രാജാക്കന്മാർ 18 അധ്യായം 18 വാക്യം വായിക്കാം. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും എത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഹല്ലേലൂയ. ഇവിടെ 1 രാജാക്കന്മാർ 18 അധ്യായത്തിൽ ആഹാബ് രാജാവ് ഏലിയാവിനെ കാണുവാൻ, ദൈവത്തിന്റെ ദാസനായ ഏലിയാവിനെ കാണുവാൻ ചൊല്ലുകയാണ്. ആഹാബ് ഏലിയാവിനെ കണ്ടപ്പോൾ അവനോട്, ആരിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തവനോ എന്ന് ചോദിച്ചു. നീയാണോ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എന്ന് ഇസ്രായേലിന്റെ രാജാവായ ആഹാബ് ദൈവത്തിന്റെ ദാസനായ ഏലിയാവിനോട് ചോദിക്കുകയാണ്. നീയാണോ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്? അതിന് ഏലിയാവ് പറയുന്ന മറുപടിയാണ് നമ്മൾ വായിച്ചത്. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമാണെന്ന് ഒരു രാജാവിന്റെ മുഖത്ത് നോക്കി ഹല്ലേലൂയ തന്റെ ഇടത്തോടെ പറയുന്ന ദൈവദാസനാണ് ഏലിയാവ് പറയുകയാണ്, നീ ദൈവത്തിന്റെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ദൈവത്തെ നീ ഉപേക്ഷിച്ച് നിന്നെ നടത്തിയ ദൈവത്തെ നീ മറന്ന്, നിന്റെ രാജസ്ഥാനം തിരുത്തിയ ദൈവത്തെ നീ മറന്ന് ആ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായി നീ പോവുകയാണ്. അങ്ങനെ നീ പോയത് കൊണ്ടാണ് ദൈവം നിന്നെ മറന്നു കളഞ്ഞത്, ഇസ്രായേലിനെ മറന്നു കളഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ ചെന്ന് ഇസ്രായേലിന്റെ രാജാവായ ആഹാബിനോട് പറയുക, 3.5 വർഷം ഈ രാജ്യത്ത് ഇസ്രായേലില് മഴ പെയ്യുകയില്ല, ആകാശം ഞാൻ അടച്ചു കളയുവാൻ പോവുകയാണ്. നീ ഞാൻ ആകാശം അടച്ചു കളയുന്നു എന്ന് ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ മഴ പെയ്യുകയില്ല എന്ന് അവിടെ ചെന്ന് ധൈര്യത്തോടെ പറയുവാൻ ഏലിയാവിന് ദൈവം ശക്തി കൊടുത്തു. ഹല്ലേലൂയ. ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെ യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ ഇവിടെ ഹല്ലേലൂയ, നീ ഈ ഒരു രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ദൈവത്തിന്റെ അഭിഷിക്തനായ ദൈവം വാസം ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ആ ഇസ്രായേലിന്റെ രാജാവായ ആഹാബിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുകയാണ്, രാജാവേ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവം എന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിന്റെ ദാസനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ സേവിച്ചിരിക്കുന്ന ദൈവം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും പെയ്യുകയില്ല. ഹല്ലേലൂയ. ഇസ്രായേലില് 3.5 വർഷക്കാലം ഇസ്രായേലിലെ ആകാശത്തെ ദൈവം അടച്ചു കളഞ്ഞു. അതുകൊണ്ട് മൃഗങ്ങൾക്കും മനുഷ്യർക്കും കുടിക്കുവാൻ ഭക്ഷണമില്ലാതെ, ധാന്യമില്ലാതെ ജനം വലഞ്ഞു. വളരെ ക്ഷാമത്തിലാണ് ആ ഇസ്രായേൽ രാജ്യം പോയത്. ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ പോയി കെരീത്ത് തോട്ടിൽ ചെന്ന് നീ അരുളപ്പാടുണ്ടായിരുന്ന നീ ഇവിടെ നിന്ന് പുറപ്പെട്ട കിഴക്കോട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടില് ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ വെള്ളം കുടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കിയോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവം ഏലിയാവിനെ പോറ്റുന്ന ദൈവം, ദൈവത്തിന്റെ ദാസന്മാരെ പോറ്റുന്ന ദൈവം, ദൈവത്തിന്റെ ദാസന്മാർക്ക് ആവശ്യമായത് കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ക്ഷാമം വന്നോട്ടെ, ലോകത്തിൽ പ്രശ്നങ്ങൾ വന്നോട്ടെ, ഹല്ലേലൂയ, ദൈവദാസനെ, ദൈവത്തിന്റെ മക്കളെ ദൈവം പരിപോഷിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കാക്കയോട് ദൈവം കൽപ്പിക്കുകയാണ്, അപ്പവും ഇറച്ചിയും എന്റെ ദാസനായ ഏലിയാവ് കിരീട തോട്ടിനരികെ ഇരിക്കുകയാണ്. അവന് വേണ്ടി നീ അപ്പം കൊടുക്കണം, നീ ഇറച്ചി കൊടുക്കണം. ആ വെള്ളം അവർ കിരീട തോട്ടിൽ നിന്ന് ആ ശുദ്ധമായ വെള്ളം അവർ കുടിച്ചിരിക്കും എന്ന് പറയുകയാണ്.
അങ്ങനെ ഏലിയാവ് ഹല്ലേലൂയ അവിടെ കിരീത്തോട്ടിനടുത്ത് ജീവിച്ചു. പിന്നെ ഏലിയാവിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടി അഹാബും ഒബേദും രണ്ട് വഴികളായി തിരിഞ്ഞു പോവുകയാണ്. അതിനിടയ്ക്ക് ഒബേദ് ഏലിയാവിനെ കാണുകയാണ്. ഹല്ലേലൂയ. ഏലിയാവിനെ കണ്ടപ്പോൾ ഏലിയാവിനെ മുമ്പിൽ വെച്ച് സാഷ്ടാംഗം വീഴുകയാണ് ഒബേദ്. ഹല്ലേലൂയ. അങ്ങനെ ഒബേദ് ചെന്ന് അഹാബിനോട് ഏലിയാവിനെ കണ്ട വിവരങ്ങൾ പറയുകയാണ്. അവൻ അന്വേഷിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അന്വേഷിച്ച് വരുമ്പോൾ അഹാബ് പറയും, നീയാണോ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഹല്ലേലൂയ, നിങ്ങൾ സർവശക്തനായ ദൈവത്തെ വിട്ട് ഹല്ലേലൂയ ബാലിന്റെ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ പോയത് കൊണ്ടാണ്. ഞാൻ സേവിക്കുന്ന ദൈവമാണ് ശരിയായ ദൈവമെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഏലിയാവ് പറയുകയാണ്, ഈ ബാലിന്റെ പ്രവാചകന്മാരുണ്ടല്ലോ, ഈ 450 ബാലിന്റെ പ്രവാചകന്മാരും ഇസ്മേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടിവരുക. അവർക്ക് നമ്മള് ഒരു യാഗപീഠം പണിയും. ആ യാഗപീഠത്തിൽ കാളയെ അറുത്ത് വയ്ക്കും. ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി അതിനെ ദഹിപ്പിക്കുന്ന ആര് പ്രാർത്ഥിക്കുമ്പോൾ, ബാലിനോട് പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങുന്നുവെങ്കിൽ അതാണ് ദൈവം. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയോട് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങുന്നുവെങ്കിൽ അവനാണ് ഹല്ലേലൂയ യഥാർത്ഥ ദൈവമെന്ന് ഏലിയാവ് ജനങ്ങളോട് പറയുകയാണ്. ജനങ്ങൾ അത് കേട്ടു. ഹല്ലേലൂയ. പക്ഷേ ആദ്യം ഏലിയാവ് ബാലിന് അവസരം കൊടുത്തു. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാര് 450 ബാലിന്റെ പ്രവാചകന്മാരും ഇസ്മേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 പ്രവാചകന്മാരും 400 850 ഹല്ലേലൂയ 450 850 പ്രവാചകന്മാര് ഇപ്പറേ ഏലിയാവ് ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് തന്നെയും അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവരെ ബാലിന്റെ പ്രവാചകന്മാര് ഒരു കാളയെ തിരഞ്ഞെടുത്തു. അവരെ ഒരുക്കി ബാലെ ഉത്തരമരണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ അവരെ വിളിച്ചപേക്ഷിച്ചു. പക്ഷേ ഉത്തരമിറങ്ങിയില്ല. അപ്പോൾ ഏലിയാവ് അവരെ പരിഹസിക്കുകയാണ്. ഉറക്കെ വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുന്നതായിരിക്കും, അവന് വിളിക്ക് പോയിരിക്കും, അവന് ദൂരയാത്രയിലായിരിക്കും ഒക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ കളിയാക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് ഏലിയാവിന്റെ അവസരമാണ്. ഏലിയാവ് ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 ഗോത്രത്തിനനുസരിച്ച് 12 കല്ലുകൾ വെച്ച് യാഗപീഠം പണിത് അതിൽ കാളയെ അറുത്തു വെച്ച് ഹല്ലേലൂയ ദൈവത്തോട് അതിൽ വെള്ളമൊഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠവും വെള്ളവും ഹല്ലേലൂയ അവിടെ തന്നെ മണ്ണ് വരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേലില് നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവ എനിക്ക് ഉത്തരമരണമേ. നീ ദൈവം തന്നെ. യഹോവ നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ജനമറിയേണ്ടതിന് എനിക്ക് ഉത്തരമരണമേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ ദൈവം ആകാശം തീയിറക്കി വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനം എല്ലാം കണ്ട് കവിഴ്ന്നു വീണ് യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏലിയാവ് പറയുകയാണ്, ബാലിന്റെ പ്രവാചകന്മാരെ വിടരുത്, അവരെ കൊന്നുകളയുക. അവരെ കീസോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന 850 പ്രവാചകന്മാരെയും അവൻ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. ഉടൻ തന്നെ ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 7 പ്രാവശ്യം അവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവന് ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. അവൻ തന്റെ മുഴങ്കാലോടെ നടുവില് ഇരുന്ന് ഹല്ലേലൂയ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ബാലിക്കാരനോട് പറയുകയാണ്, നീ ചെന്ന് നോക്കുക, കാർമേഘം പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. 7 പ്രാവശ്യം അവൻ പോയി നോക്കി. ഹല്ലേലൂയ. അപ്പോൾ ഒരു കൈപ്പത്തി പോലെ പൊങ്ങി വരുന്നു എന്ന് പറയുകയാണ്. അഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിപ്പാൻ രഥം കെട്ടി ഇറങ്ങി പോകുക എന്ന് പറയുകയാണ്. ഈ ഇസ്രായേൽ രാജാവായ അഹാബ് ഏലിയാവിനോട് ചോദിച്ചില്ല, നീ രഥത്തിൽ കയറണ്ടോ എന്ന്.
പക്ഷേ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ദാസനായ ഏലിയാവിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. ദൈവമക്കളെ ദൈവം ചെയ്യുന്ന കരുതൽ കൊണ്ടോ ദൈവത്തിന്റെ ദാസനെ ദൈവം എടുത്ത് ഹല്ലേലൂയ ആരും രാജാവ് അവന്റെ രഥത്തിൽ കയറ്റിയില്ലെങ്കിലും ദൈവം കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവമുണ്ടല്ലോ, അവന് ഇറങ്ങി വന്ന് അവന് വേണ്ടി പ്രവർത്തിക്കും ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുരുവാക്കത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനും അത്രേ. ഹല്ലേലൂയ. ഏലിയാവ് ആ ഇസ്രായേലിന്റെ രാജാവായ ആഹാബിനെ മോത്ത് നോക്കി ആഹാബിനോട് പറയുകയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, ദൈവത്തിന്റെ ദാസനായ ഏലിയാവല്ല ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്, അത് ആ രാജ്യം ഭരിക്കുന്ന ആഹാബാണ്. നീ ദൈവത്തെ വിട്ട് അന്യദേവനെ നീ ആരാധിക്കുമ്പോൾ, ബാലിന്റെ പുറകെ നീ പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിന്റെ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ദൈവം ആകാശത്തെ അടച്ചു കളഞ്ഞത്. 3.5 വർഷം ഇസ്രായേലില് മഴ പെയ്തില്ല. അതുകൊണ്ട് 3.5 വർഷം ഇസ്രായേലില് ക്ഷാമമുണ്ടായി. ജനമെല്ലാം കഷ്ടപ്പാടും ദാരിദ്ര്യവും ആ പ്രദേശത്തുണ്ടായി. അതിന് കാരണം അഹാബാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവത്തെ ആരാധിക്കാതെ അന്യദേവന്മാരെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുകള്, ദുരിതങ്ങള് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവം ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തിൽ ഉളവാക്കിയ ദൈവത്തെ മാത്രം നമ്മൾ ആരാധിച്ച് ജീവിക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.